ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങനെയുണ്ടടാ? ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. നിന്റെ തലവേദന മാറി. മാറാത്തത് എന്റെ തലവേദനയാ. അത് നിന്റെ കല്യാണം കഴിഞ്ഞാലേ മാറും. അതുകൊണ്ട് അത് ഞാൻ അങ്ങ് ഉറപ്പിച്ചു. അച്ഛാ, ഒരു കല്യാണം പെട്ടെന്ന് കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അല്ലെങ്കിൽ ഇപ്പൊ പോയി കെട്ടാനൊന്നും പറയുന്നില്ലല്ലോ. ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വീട്ടിൽ പോയതിനു ശേഷമേ നമ്മളത് നടത്തൂ. അല്ലെങ്കിൽ തന്നെ എന്നും നിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കും നിന്റെ അമ്മയ്ക്കും പറ്റൂ. നിന്റെ ഭാര്യയാവുമ്പോ നിന്റെ തഞ്ചത്തിനൊക്കെ അവളങ്ങ് നിന്നോളും. എടാ, അവളെ കൊണ്ട് അത് പറ്റും. അതുകൊണ്ടുകൂടിയാ ഇത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചത്. അതല്ല അച്ഛാ, ഒരു കാരണവശാലും നടക്കില്ല. എന്നെ വെറുതെ നിർബന്ധിക്കരുത്. എടാ, നീ എന്ത്? അച്ഛാ, ദേ അതിന് ചില കാരണങ്ങളുണ്ട്. ഇപ്പൊ അത് അച്ഛനോട് എനിക്ക് പറയാൻ പറ്റില്ല. ഇതെന്താ ശിവ നീ ഇങ്ങനെ പറയുന്നേ? ഇത് ഞങ്ങളാരും അല്ലല്ലോ, നീ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചതല്ലേ. പിന്നെ ഇപ്പൊ ഇതെന്ത് പറ്റി? അച്ഛാ, ഒരു കല്യാണമൊക്കെ കഴിക്കാൻ എനിക്കൊന്ന് ആലോചിക്കാൻ സമയം എന്താ? ഓ, അപ്പൊ ഇത്രയും നാളെ നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ലായിരുന്നോ? എന്നിട്ടാണോ ആരും അറിയാതെ താലി വരെ കെട്ടിയത്? എടാ, ഇതിപ്പോ ശത്രുതയിലായിരുന്ന ഇരു വീട്ടുകാരും കൂടി എല്ലാം മറന്ന് കൂടിച്ചേരുന്നു എന്നൊരു കാര്യവും കൂടിയുണ്ട്. അവരുമായിട്ട് യോജിക്കാൻ നിനക്കും സാധിക്കില്ല, എനിക്കും സാധിക്കില്ല എന്നുള്ളത് അറിയാം. എടാ, പക്ഷെ അവള് സ്നേഹമുള്ളവളാ. നിന്നെ അവള് പൊന്നുപോലെ നോക്കും. അവളുടെ ആത്മാർത്ഥതയോടെയുള്ള സ്നേഹം കണ്ടിട്ട് തന്നെയാ ഞാൻ ഇതിന് സമ്മതിച്ചത്. നീ ഇനി എതിര് പറയരുത്. അച്ഛാ, എടാ, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അച്ഛാ, അത് എങ്ങനെയുണ്ട് ശിവ? പെർഫെക്റ്റ് ആയില്ലേ? വീട്ടിൽ പോയാൽ പറഞ്ഞു കാണിച്ചു തന്ന പോലുള്ള എക്സർസൈസ് ഒക്കെ കൃത്യമായി ചെയ്യണം. ചെയ്യാം. മരുന്ന് കൃത്യമായി കഴിക്കുകയും വേണം. കഴിക്കാം. കൃത്യമായ ഭക്ഷണം, സമയത്തിന് മരുന്ന്, പറഞ്ഞ സമയത്ത് ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ നൽകാതെയുള്ള എക്സർസൈസ്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? അതൊക്കെ കൃത്യമായി ചെയ്യുമെന്നുണ്ടെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ആയി പോവാം. സന്തോഷമായില്ലേ? മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഡോക്ടറെ അറിയിക്കുക. ശിവന്റെ വിവാഹം ഉറപ്പിച്ചു. അതും ആവശ്യമാണല്ലോ. അതിനൊപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്യണമെന്ന് മാത്രം. അതൊക്കെ യവനെ കൊണ്ട് കൃത്യമായിട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് തന്നെയാ വന്ന് കയറുന്നത്. എന്തായാലും ശിവൻ എന്റെ വക വിവാഹ ആശംസകൾ. എന്ന് ശരി, പറഞ്ഞ പോലെ പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഓക്കെ ശിവ. ശരി ഡോക്ടർ. വരൂ. ഞാനേ ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. അച്ഛാ, എന്തെങ്കിലും മാർഗമുണ്ടോ അച്ഛാ ഈ കല്യാണം ഒന്ന് നീട്ടിവെക്കാൻ? എനിക്ക് കുറച്ച് സാവകാശം തരണം. കിട്ടിയേ പറ്റൂ.